ഏജൻസിയൊക്കെ ആയിട്ട് എറണാകുളത്തുണ്ടായിരുന്നതാണ്. ബിസ്മി ഗ്യാസ് എന്ന് പറയും. ബിസ്മി ഗ്യാസ്. അതെ അതെ. അപ്പോൾ അതിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പോൾ ഈ പറഞ്ഞ പോലെ കാർത്തിക് പറഞ്ഞ പോലെ ഇങ്ങനെ തുരച്ച് നിൽക്കുന്ന സമയമാണ്. അതെ അതെ. നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്യണം, 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 വളരണം. അപ്പോഴിങ്ങനെ ആ ഒരു മെൻറ്റാലിറ്റി ആണല്ലോ. അപ്പോൾ ഒരു ആദ്യം ഇറങ്ങിയതെന്ന് പറഞ്ഞാൽ ഇത് കുറേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞാലുണ്ടോ, ചിലപ്പോൾ കേൾക്കണവർക്കൊക്കെ ഓർക്കും ചിലപ്പോൾ ഇത് തന്നെ ഇവന് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള നേരമാണ്. എന്തായാലും കേൾക്കണം. എനിക്ക് 100% എല്ലാം കേൾക്കണം. അതെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ എന്താ ഫാർലോ പറഞ്ഞ ഈ ഗ്യാസിൻ്റെ പൈപ്പിംഗ് വർക്ക് ഉണ്ട്. ഇപ്പോൾ ഈ എന്താണ് ഈ അന്ന് ഈ സെമിനാരികൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കണ്ടില്ലേ, നമ്മൾ ഒരു സ്ഥലത്ത് സിലിണ്ടർ വെച്ചിട്ട് പൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കിച്ചൺ എക്യുപ്മെന്റ്സിലോട്ടൊക്കെ. ഏത് കാലഘട്ടത്തിലാണ്? 98 90. അപ്പോൾ അത് നല്ല സ്കോപ്പ്, നല്ല പ്രോഫിറ്റബിൾ ബിസിനസ് ആയിരുന്നു. ലിമിറ്റഡ് വർക്കാണ്, ബട്ട് യു ഗെറ്റ് മോർ പ്രോഫിറ്റ്. അന്ന് ഗ്യാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരും അന്ന് കുറവാണ്. അന്ന് അവർക്കായിരുന്നു ഡിമാൻഡ്. അപ്പോൾ അവർ പറയുന്നവർക്കേ ഒരു വർക്ക് കൊടുക്കുള്ളൂ, ഈ കണക്ഷനൊക്കെ കിട്ടാൻ. അങ്ങനെ ഞാൻ തന്നെ ഇങ്ങനത്തെ ഗ്യാസിൻ്റെ, അപ്പോൾ നമ്മൾ എഞ്ചിനീയറിങ് കഴിഞ്ഞാണല്ലോ, ഞാൻ അതിൻ്റെ കാര്യങ്ങളെടുത്ത് ബോംബെയിൽ നിന്നൊരു ഒരു സപ്ലയറെ കണ്ടുപിടിച്ച്, യുണൈറ്റഡ് വർക്ക്സ് എന്നും പറഞ്ഞ്. പുള്ളി ഈസ് എ ജൂയിഷ്. ഓക്കെ, പുള്ളിയാണ് ഇവിടെ ഇപ്പം ഉണ്ടോയെന്ന് ഞാൻ അറിയില്ല. അന്നത്തെ കാലഘട്ടത്തിൽ യുണൈറ്റഡ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ആ കമ്പനികളുടെ സാധനം A to Z എല്ലാ കിച്ചണിലും ഉപയോഗിച്ചിരുന്ന ദോശ ബർണർ, സിംഗിൾ ബർണർ, ഈ കിച്ചണിലേക്ക് മറ്റേ ഞാൻ എല്ലാം പറഞ്ഞ ഈ കമേഴ്ഷ്യൽ ബർണേഴ്സ്, അത് കൊണ്ടുവന്നിട്ടാണ് നമ്മളിവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഈ ഇതുണ്ട് ബോക്സ് ഉണ്ടാക്കിയിട്ട്, അല്ല കിച്ചൺ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കിയിട്ട് അതിലാണ് ഈ ബർണേഴ്സ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അതിലോട്ടുള്ള പൈപ്പിംഗ് വർക്കായിരുന്നു ഞാൻ ആദ്യം തുടങ്ങിയത്. മനസ്സിലായി. പുറത്ത് ഗ്യാസ് വെക്കുന്നു, എന്നിട്ട് ഇതിലോട്ട് കണക്ഷൻ കൊടുക്കും. അപ്പോൾ അതിനോട്ട് അപ്പോൾ